അസ്സലാമലൈക്കും. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2 ദിവസമായിട്ടേ വലിയ വീഡിയോ ഇടാനും വിശേഷങ്ങൾ വന്ന് പറയാനൊന്നും സമയം കിട്ടണില്ല. ഭയങ്കര തിരക്ക്. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ കുട്ടീനെ കാണാൻ രാവിലെ ഒന്ന് പോകണം. അവിടെ കുറച്ച് നേരമൊക്കെ നിന്ന് തിരിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് പോരും. പിന്നെ ഇവരാരെങ്കിലും ഫിദോ മിന്നോ ആരെങ്കിലും ഒക്കെ അവിടെ നിന്നിട്ടുണ്ടാകും. അപ്പോൾ വൈകുന്നേരത്തെ ഓരോ കൊണ്ടുവരാൻ പോകണം. അപ്പോൾ തിരക്കോട് തിരക്കാണ്. പോരാത്തതിന് 7-ന് അതായത് വെള്ളിയാഴ്ച ഇന്നലെ നമ്മളിതാ ഈ ഫോട്ടോയിൽ കാണുന്ന ആളെ കുട്ടിക്ക് വേണ്ടിയിട്ട് അക്കീക്കത്ത് അറുത്തിട്ടുണ്ട്. ഇതിൻ്റെ കാര്യം എന്താ വെച്ചാൽ വ്യാഴാഴ്ച പോയിട്ട് മേടിക്കാമെന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. വ്യാഴാഴ്ച ചന്തയിൽ പോയിട്ട് മേടിക്കുക. അപ്പോൾ നമുക്ക് വിചാരിച്ചത് നമ്മുടെ വാണിയംകുളത്തൊരു ചന്ത ഉണ്ട്. വാണിയംകുളം അറിയങ്ങൾ ഒറ്റപ്പാലം പോണ വഴിക്ക് വാണിയംകുളത്ത്. പക്ഷേ അവിടെ പോയപ്പോൾ നമുക്ക് വേണ്ട സാധനം കിട്ടിയില്ല, ഭയങ്കര വില. അതേപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട തരത്തിലുള്ളൊരു മൂരിനെയാണ് നമ്മൾ അറുത്തത്, കിട്ടും ചെയ്തില്ല. അപ്പോൾ നമ്മളങ്ങനെ നേരെ ആറ്റാശ്ശേരി പോയി. ഒറ്റപ്പാലല്ല, കോതുർശി ആ ഭാഗത്ത് പോയിട്ടുള്ള ആറ്റാശ്ശേരി പോയിട്ടാണ് സാധനം മേടിച്ചു കൊണ്ടുവന്ന് വ്യാഴാഴ്ച ഇവിടെ കെട്ടി വള്ളം കാട്ടലും അതിന് പുല്ലിട്ടെടുക്കലും തിരക്കും. അതങ്ങനെ വേറൊരു വഴിക്ക്. എന്നിട്ട് വെള്ളിയാഴ്ച രാവിലെ ഇന്നലെ നമ്മുടെ ചെക്കന് മൊട്ടടിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പേര് ഒന്നും കൂടി ഒഫീഷ്യലായിട്ട് നമ്മൾ വിളിച്ച് മുഹമ്മദ് സ്വാലിഹ് എന്നാണ് നമ്മുടെ കുട്ടിക്ക് പേരിട്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഓരോ തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇന്നിപ്പോൾ അതാ അങ്ങനെ കഴിഞ്ഞു. അൽഹംദുലില്ലാ റാഹത്തായി. എല്ലാവർക്കും ഇറച്ചിയും കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മൾ പോയി മുടി കളച്ചിലും കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്ന് ഇപ്പം ഒന്ന് നോക്കിയേക്കാം. ഓനക്ക് മഞ്ഞപ്പിത്തത്തിൻ്റെ ടെസ്റ്റിന് ചെല്ലാൻ പറഞ്ഞിരുന്നു, ചെവിയുടെ ടെസ്റ്റിന് ചെല്ലാൻ പറഞ്ഞിരുന്നു. അതിനൊക്കെ എന്നാണ് ചെന്നിരുന്നത്. രാവിലെയാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. ഇന്നിപ്പോൾ രാവിലെ 10 മണിക്ക് പോയിട്ട് ഇപ്പോൾ വരിക അല്ലേ ഇത് പിന്നെ രാവിലെ പോയിട്ട് ഇപ്പോൾ വരിക. അപ്പോഴാണ് ഞാൻ ഒരു കാര്യം ആലോചിക്കണം കേട്ടോ. ഇവിടെ ഉള്ള ആൾക്കാർക്ക് ഇത് എങ്ങനെയാണ് പറഞ്ഞ മാതിരി ഈ കുട്ടികളെ എങ്ങനെ നോക്കണം. പെണ്ണുങ്ങളെ ഇപ്പോൾ പ്രസവിച്ചിട്ട് ഒരു 7 ദിവസമായിട്ടുള്ളൂ. കുട്ടികളെ കണ്ട് അവിടെ പോയി, അവിടെ ടെസ്റ്റ്, ഫസ്റ്റ് ഫ്ലോറിൽ, പിന്നെ സെക്കൻഡ് ഫ്ലോറിൽ ആ ടെസ്റ്റ്, പിന്നെ BCG എടുക്കാൻ മോൾക്കൊന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിന്ന് തിരിയുമ്പോൾ നമ്മളിവിടെ ഉണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല. നമ്മളില്ലാത്ത സമയത്ത് ഇവിടെ എസ്പെഷ്യലി ഇത് മനസ്സിലാക്കേണ്ട ഒരാൾക്കാർ ആരൊക്കെ അറിയോ? പ്രവാസികളായിട്ടുള്ള ഭർത്താക്കന്മാർ. നമ്മളവിടുന്ന് കുറച്ച് പൈസ അയച്ചു കൊടുക്കും. അതൊന്നുമല്ല, ഇവിടെ അത് ആക്കി വയ്ക്കലാണ് കേട്ടോ വലിയ കാര്യം. പൈസ അയച്ചു കൊടുക്കൽ ഇപ്പോൾ എല്ലാവരെ കൊണ്ടും ചിലപ്പോൾ പറ്റുവെക്കാരം. പൈസയും ഒരു ഇതാണ്, അത് നിങ്ങൾ ചെയ്യണില്ല എന്നല്ല പറയണത്. പക്ഷേ ഇവിടെ ഈ സമയത്തൊക്കെ നിൽക്കുമ്പോഴാണ്, ഇവിടുത്തെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മളിവിടെ ഇല്ലാത്ത സമയത്ത് ഇവരെങ്ങനെയാണ് ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാകണത്. അതേപോലെ ഇപ്പോൾ ഞാനിപ്പോൾ ഈ എൻ്റെ കുട്ടികളുള്ള സമയത്ത് ഉണ്ടാവില്ല. എപ്പോൾ നോക്കിയാലും കുട്ടികൾ ഇങ്ങനെ മൂത്രയിക്കുക, അപ്പിടുക, അത് മാറ്റുക, ഇത് മാറ്റുക. രാത്രി 1 മണിയാണെങ്കിലും 2 മണിയാണെങ്കിലും നീക്കുക, കരയുക, ഇമ്മാര് നീക്കുക, പാൽ കൊടുക്കുക. ഇവർക്ക് സത്യം പറഞ്ഞ ഈ സമയത്ത് ഉറങ്ങാനോ ഇതിനൊന്നും ഇവർക്ക് പറ്റണില്ല. ഇതൊക്കെ ഞാനിപ്പോൾ എന്തിനാ പറയുന്നത് വെച്ചാൽ പെണ്ണുങ്ങളിങ്ങനെ പൊക്കി പറയുന്ന ഒരു സംഭവത്തിലുള്ളൊരു വീഡിയോ അല്ല കേട്ടോ. ഇതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. നമ്മൾ പണിക്ക് പോകുന്നുണ്ട്, പൈസ അയച്ചു കൊടുക്കുന്നുണ്ട്, ആവശ്യത്തിലധികം പൈസ അയച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ എന്താ കായ് അയച്ചു കൊടുക്കണില്ലേ, അവിടെയൊക്കെ നടക്കണില്ലേ, ഞാൻ അയച്ചു കൊടുത്തിട്ടല്ലേ, അങ്ങനെയൊക്കെ പറയും. പക്ഷേ അതൊന്നുമല്ല ശരിക്ക്. ഇവിടെ ഇത് ആക്കി വയ്ക്കൽ വല്ലാത്തൊരു സംഭവം. ഇന്നിപ്പോൾ രാവിലെ പോയിട്ടിപ്പോൾ നമ്മളിപ്പോൾ വരികയാണ്. ഇതാ നമ്മുടെ നിച്ചുമ്മ എന്താണ് മൂത്താപ്പ് വണ്ടിയിൽ നിന്ന് ഇറങ്ങാത്ത ചോദിച്ചിട്ട് ഇതെങ്ങോട്ട് കയറി വന്നിട്ടുണ്ട്. അപ്പോൾ ചന്തയിലേക്ക് പോയിട്ടുള്ളൊരു സംഭവത്തിൻ്റെ ഒരു ചെറിയൊരു കട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. അവിടെ ഞാൻ പോയിട്ട് ഈ വീഡിയോ ഇങ്ങനെ ഫോൺ എടുത്തപ്പോൾ തന്നെ അവിടുത്തെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇവിടേക്കും എത്തിക്കണോ ചോദിച്ചപ്പോൾ ഞാൻ അങ്ങനെ കട്ടാക്കിയത്. ചന്തയൊക്കെ ഒന്ന് എല്ലാവർക്കും കാണിച്ചു കൊടുക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അൽഹംദുലില്ലാ കാര്യങ്ങളൊക്കെ റാഹത്തായി. തിരക്ക് പറഞ്ഞാൽ പെരും തിരക്ക്, പിന്നെ ചൂട് പറഞ്ഞാൽ പെരും ചൂട്. ആകെ അങ്ങോട്ട് എന്താ പറയുക, മൊത്തത്തിലുണ്ട് കോലം കിട്ടും. എന്തായാലും അൽഹംദുലില്ലാ ദുആ ചെയ്യുക എല്ലാവരും. നിച്ചുമ്മ അങ്ങോട്ട് പോയോ? മുത്തപ്പ ഇനി പോകണില്ല കേട്ടാ. ബ്രൂ ഉണ്ട് വായ ബ്രൂ പോവാ. എന്നാ നിച്ചുമ്മാനെ നമുക്ക് ഇതിൽ കയറ്റണം. ചളിയാക്കാൻ പറ്റൂലട്ടാ. ഏട്ടമ്മക്ക് പെറ്റി കിടക്കാണ്. സഭാക്കൊക്കെ ഉള്ള തുണിയും കുപ്പായത്തിലൊക്കെ ചളിയാക്കി അടച്ചടച്ചടച്ച മക്കളെ. ഒരു കുപ്പായം ഒരു 2-3 ദിവസമെങ്കിലും കുറച്ചുകൂടി പിന്നിക്കുന്ന 2-3 ദിവസം ഇട്ടിട്ടില്ലെങ്കിൽ നഷ്ടമാണ്. കാര്യം എന്താ ചോദിച്ചാൽ ഇവിടെ എല്ലാവരും ഉണ്ട്. പെങ്ങളുണ്ട്, ഇളയച്ചുണ്ട്, ഇമ്മുണ്ട്. എല്ലാവരും തീരുമാനം ഇതിനൊന്നും മോശമല്ല. എന്നാലും എന്താണെന്നറിയോ, നമ്മളെപ്പോഴും ഇപ്പോൾ ഇതിങ്ങനെ പറയുമ്പോൾ
ഒരു ഇടങ്ങാറാണ്. പിന്നെ ഞാൻ പോരാത്തതിന് ഞാൻ അധികം തിരുമ്പാനും വിളക്കാനും കൊടുക്കില്ല. അപ്പോൾ കൊടുത്താലും അതിനും കിട്ടണില്ല, കുറേ ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണ് കിട്ടണത്. എന്തായാലും മിന്നുസ് ദിനമായോ നിച്ചുമാനെ ടേക്ക് കെയർ ചെയ്യും മിന്നൂസ്. പിന്നെ ഇവിടെ ഏക ആശ്വാസം എന്ന് പറഞ്ഞാൽ ഫിദു മിന്നുവിൻ്റെ കോമഡികളും കാര്യങ്ങളും ഒക്കെയാണ് ഇവിടെ. മിന്നുവിൻ്റെ ഇന്നലത്തെ എൻ്റെ ഒരു കോമഡി കേട്ടിട്ട് എല്ലാവരും ചിരിച്ച് മണ്ണ് അപ്പി. അപ്പോൾ നിച്ചുമ ബൈ ബൈ പറഞ്ഞ പറഞ്ഞ ചൂടിനിടാൻ പറ്റിയ ഡ്രസ്സാണ് നിച്ചുമ ഇട്ടിക്കുന്നത്. എങ്ങനെ കാണിക്കണ്ട, അതിൽ ഇത് വരും, വയലേശം വരും. അടിയിൽ മാത്രം ഈ കാലുമ്പോൾ മാത്രമേ ഉള്ളൂ, മുകളത്തെ സംഭവങ്ങളൊക്കെ കീറി നനഞ്ഞ് പോയിക്കുന്നു. അപ്പോൾ ഗായ്സ് എന്തായാലും കുറച്ച് ദിവസം കൂടി ഇവിടെ ഉണ്ട്. അത് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ കുട്ടീനോടും ഇവരോടൊക്കെ സലാം പറഞ്ഞിട്ടൊരു പോക്ക് പോണതാണ്. അപ്പം അങ്ങനെ വിചാരിച്ചു വീഡിയോ അങ്ങനെ പറയാറുണ്ട്, ഇവിടുത്തെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളെ അറിയിപ്പിക്കലുണ്ട്. തിരിച്ചു പോണവരെ എല്ലാ ദിവസവും ഓരോ വലിയ വീഡിയോ ഒക്കെ ഇടാന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ നിൽക്കായിരുന്നു. തിരക്ക് പറഞ്ഞാൽ പെരും തിരക്കിൽ അങ്ങോട്ട് പെട്ടതുകൊണ്ടാണ് അത് ചെയ്യാത്തത്. അപ്പോൾ എന്തായാലും നമ്മുടെ കുട്ടീനെ മൊട്ടടിപ്പിച്ചു ഞങ്ങൾ. അക്കീക്കത്ത് അറക്കാനുള്ളത് അറുത്ത്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും അൽഹംദുലില്ലാ റാഹത്തായിട്ട് നടന്ന്. കുട്ടിയുടെ ചെക്കപ്പ് കഴിഞ്ഞു, സൽമായുടെ ചെക്കപ്പ് കഴിഞ്ഞു, എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. വന്നതെല്ലാതും അൽഹംദുലില്ലാ റാഹത്തായി. ഇനിയിപ്പോൾ എന്താ നിച്ചുമ ഒന്നുമില്ലല്ലേ. പിന്നെ വെള്ള മാമാടെ കല്യാണം കഴിഞ്ഞിട്ടോ ഗായ്സ്. വെള്ള മാമാക്കൊരു പെണ്ണ് കിട്ടി അല്ലേ. കൈയിട്ടിക്ക. അപ്പോൾ ഇവർ കല്യാണക്കുടിയിലൊക്കെ പോയിക്കായിരുന്നു, എന്നിട്ട് ഇപ്പോൾ വന്നിക്കാണ്. പിന്നെ വേറൊരു കാര്യം പറയാൻ കേട്ടോ, വെള്ള ചെറിയ മാമ വരുന്നുണ്ട്. വെള്ള ചെറിയ മാമ നാളെ ഗൾഫിൽ നിന്ന് വരുന്നുണ്ടല്ലേ. കൈയിട്ട് അയ്യേ മാടല്ലേ അയ്യേ. ഈ കുട്ടിയാണെങ്കിൽ അയ്യേ പറഞ്ഞ അപ്പോൾ മാട്. ഞങ്ങളുടെ ഇവിടെ ഒരു വയസ്സായതാട്ടോ, ഇപ്പൊക്കെ മനസ്സിലാക്കണ്ട. പണ്ട് സ്കൂളിൽ പോകുന്ന സമയത്ത് കുട്ടികളൊക്കെ കളിയാക്കും. അപ്പോൾ മുപ്പത്തിയേര് ആദ്യം തുണിയാണ് മാട് വെച്ചിട്ട് അയ്യേ അയ്യേ നോ ഡോണ്ട് ഡു. പിന്നെ ഞാൻ അങ്ങനെയല്ല വളർത്തിയിരിക്കണത്, ഡീസൻ്റ് ആവൂ. ഓക്കെ അയ്യേ ജയിക്ക് നോക്കിയിട്ട് ബായ് എന്ന് പറഞ്ഞ അസ്സലാമു അലൈക്കും ബായ് എന്ന് പറഞ്ഞ. എങ്ങനെ കുട്ടീനെ കളിപ്പിക്കുക നമ്മള്? കുട്ടീനെ എങ്ങനെ കളിപ്പിക്കുക? എണ്ണിനെ എങ്ങനെ കളിപ്പിക്കുക? പാൻ്റ് അത് അയക്കണ്ട, മുകളിലേക്ക് പൊന്തിയ പാൻ്റ് ഇല്ല. അപ്പോൾ എന്തായാലും കുറച്ചുകൂടി പിന്നേക്ക്. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. ഇവിടെ ഉണ്ടായിരുന്നില്ല, ഇവിടെ ഒരാഴ്ചയായിട്ട് അവിടെ ഇരുന്നു. ഉള്ള മാമാടെ കല്യാണം കാര്യങ്ങളൊക്കെ ആയിട്ട് പോയതാണ്, ഞങ്ങളിവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോൾ ഒരാഴ്ചയും കൂടി ഞാൻ നാട്ടിലുണ്ട് ഇൻഷാ അല്ലാ. അപ്പം എന്നാൽ ശരി, ഇൻഷാ അല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും